നമസ്കാരം. ഒരു തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് എത്രത്തോളം തരം താഴാമോ അത്രത്തോളം തരം താഴുകയാണ് കേരളത്തിലെ പിണറായി സർക്കാർ. 4 വോട്ടിന് വേണ്ടി ഏത് തിണ്ണയും നിരങ്ങാനും ആരുടെ മുന്നിലും മുട്ടുകുനിക്കാനും മുട്ടുമടക്കാനും ഇനി പിണറായിയും കൂട്ടരും തയ്യാറാകും. കാരണം ലക്ഷ്യം 3ാം ഭരണം തന്നെ. പറഞ്ഞു വന്നത്, ഒരു കാലത്ത് കടപ്പുറം സുധാമണിയെന്നും ആൾ ദൈവമെന്നും CPM ആക്ഷേപിച്ച പിണറായി വിജയൻ വലിയ വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ച മാതാ അമൃതാനന്ദമയി മഠത്തിലേക്ക് കേരള സർക്കാരിന്റെ പ്രതിനിധിയായി ഒരു മന്ത്രി പോയിരിക്കുന്നു. കേരള സർക്കാർ മാതാ അമൃതാനന്ദമയിയെ ആദരിച്ചിരിക്കുന്നു. UN അസംബ്ലിയിൽ മലയാളത്തിൽ സംസാരിച്ചതിന്റെ 25ാം വാർഷികത്തിന്റെ പേരിൽ മാതാ അമൃതാനന്ദമയിയെ ആശ്രമത്തിലെത്തി സംസ്ഥാനത്തെ മന്ത്രി സജി ചെറിയാൻ ആശ്ലേഷിച്ചു, നെറുകയിൽ മുത്തം വെച്ചു, അമ്മയ്ക്കൊരു ഉമ്മ കൊടുത്തു, പൊന്നാടയണിയിച്ചു. പിന്നാലെ ഒരു ഉഗ്രൻ പ്രസംഗവും. ഒടുവിൽ കാര്യം ഇത്രവേ ഉള്ളൂ. നവോത്ഥാന നായികയായി, കേരളത്തിലെ നവോത്ഥാന നായികയായി മാതാ അമൃതാനന്ദമയി ദേവിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ കേരള ഘടകം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി മാതാ അമൃതാനന്ദമയിക്കെതിരെ ഒരു തരത്തിലുള്ള വിദ്വേഷ പരാമർശമോ കടപ്പുറം സുധാമണി പ്രയോഗമോ ആൾ ദൈവം പ്രയോഗമോ ഒരു സൈബർ സഹാക്കളും നടത്താൻ പാടുള്ളതല്ല. കൈരളി ചാനലിൽ CPMന്റെ രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസ് നടത്തിയ ഒരു അഭിമുഖം, നേരത്തെ അമൃതാനന്ദമയി ആശ്രമത്തിൽ അന്തേവാസിയായിരുന്ന അമൃതാനന്ദമയിയുടെ ശിക്ഷയായിരുന്ന ഒരു വിദേശ വനിതയുമായി ചേർന്ന് അദ്ദേഹം എഴുതിയ പുസ്തകം, അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങൾ, ആശ്രമം കേന്ദ്രീകരിച്ച് നടന്നു എന്ന് പറയുന്ന വലിയ ക്രൈമിനെ കുറിച്ച് അന്ന് നടത്തിയ വലിയ പരാമർശങ്ങൾ, ഇതൊന്നും തന്നെ കുറച്ച് ദിവസത്തേക്ക് കൈരളി ചാനലിൽ പ്രക്ഷേപണം ചെയ്യുന്നതല്ല. അതായത് 2026 ഏപ്രിൽ മെയ് മാസം വരെ. അപ്പോഴാണല്ലോ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ സജി ചെറിയാന്റെ ഈ നടപടി, സജി ചെറിയാന്റെ അല്ല, പിണറായിക്കുണ്ടായ പെട്ടെന്നുണ്ടായ മനം മാറ്റം, ഓന്ത് നിറം മാറുന്നതിനേക്കാൾ വേഗത്തിൽ നിറം മാറിയ പിണറായിയുടെ കപട ഭക്തി. അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നു, അയ്യപ്പ ഭക്തനാണെന്ന് പറയുന്നു, അതിനുശേഷം NSSുമായി പെരുന്നയിലെ NSS ആസ്ഥാനവുമായി അടുക്കുന്നു, സുകുമാരൻ നായരെ സന്ദർശിക്കുന്നു, വെള്ളാപ്പള്ളി നടേശനുമായി വീണ്ടും വേദി പങ്കിടുന്നു. പിന്നെ ഇപ്പോൾ ഇതാ മാതാ അമൃതാനന്ദമയിയെ ആദരിക്കുന്ന ചടങ്ങ് സംസ്ഥാന സർക്കാർ നടത്തുന്നു. അപ്പോൾ 4 വോട്ടിന് വേണ്ടി നേരത്തെ പറഞ്ഞതെല്ലാം വിഴുങ്ങിക്കൊണ്ട് ആരോടും ചേരുന്ന ഒരു നയം, അത് കേരളത്തിലെ CPM സ്വീകരിച്ചിരിക്കുന്നു. പക്ഷെ ഇതൊക്കെ കാണുന്ന ഒരു പൊതുജനം കേരളത്തിലുണ്ട് എന്നുള്ളത് CPM മനസ്സിലാക്കണം. CPMന് ഒരു പ്രഖ്യാപിത നയമുണ്ട്, പ്രഖ്യാപിത നിലപാടുണ്ട്. അതിലായിരുന്നു ഇത്രയും കാലം CPM നിലനിന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ പിണറായിക്ക് 3ാം തവണ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി മാത്രം CPMന്റെ പ്രത്യയശാസ്ത്രം എല്ലാം എടുത്ത് അടുപ്പിൽ തിരികെ വച്ചിരിക്കുന്നു. CPMന് പ്രത്യയശാസ്ത്രമൊന്നുമില്ല. CPMന് ഇനി 4 വോട്ട് കിട്ടാൻ എന്ത് തരികിട കാണിക്കണമോ ആ തരികിട കാണിക്കാൻ CPM തയ്യാറായിരിക്കുന്നു. അങ്ങനെ പ്രത്യയശാസ്ത്രമെല്ലാം മടക്കി അങ്ങ് കീശയിൽ വെച്ചിട്ട് പ്രായോഗിക പൊളിറ്റിക്സ് കളിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് കേരളത്തിലെ CPM. ലക്ഷ്യം ഒന്ന് മാത്രം, കാരണഭൂതന് ഒരു തവണ കൂടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണം. 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിക്കണം. അതിന് കൂട്ടുനിൽക്കുന്ന കുറെ സാമുദായിക സംഘടനകൾ കൂടി കേരളത്തിൽ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം NSSന്റെ മനം മാറ്റം, NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ മനം മാറ്റം സമദൂരമാണ് പോലും. പക്ഷേ സമദൂരത്തിൽ ഒരു ശരിദൂരമുണ്ട്. ആ ശരിദൂരം CPMനും ഇടതുപക്ഷത്തിനും അനുകൂലമായ ദൂരമാണ്. എങ്ങനെയാണ് സമദൂരത്തിൽ നിന്ന് പൊടുന്നനെ സുകുമാരൻ നായർ ശരിദൂരത്തിലേക്ക് വന്നത്? അത് അഡ്വക്കേറ്റ് കൃഷ്ണരാജനടക്കം പറയുന്ന ചില കഥകളുണ്ട്. മരുമകന്റെ ബാങ്കിലെ ജോലിയും ബാങ്കിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയതുമായിട്ട് ബന്ധപ്പെട്ട ചില കഥകൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം നമുക്കറിയില്ല. വരും ദിവസങ്ങളിൽ അത് സംബന്ധിച്ച വ്യക്തത വരും. അപ്പോൾ ചില നീക്കുപോക്കുകളും ചില കൊടുക്കൽ വാങ്ങലുകളും ചില ഒത്തുതീർപ്പുകളും സർക്കാരും NSSന്റെ ജനറൽ സെക്രട്ടറിയുമായി നടന്നു. അതിന്റെ കൊടുക്കൽ വാങ്ങലുകളുടെ ഒരു മറുപുറമാണ് ഇപ്പോൾ അദ്ദേഹം വലിയ പിണറായി ഭക്തനും വലിയ ഇടതുപക്ഷ ഭക്തനുമായി മാറിയിരിക്കുന്നതിന് പിന്നിലെന്ന ആക്ഷേപം സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കണം, 2018 മുതൽ നടന്ന ശബരിമല പ്രക്ഷോഭം,
ആ ശബരിമല പ്രക്ഷോഭത്തിന്റെ പേരിൽ, നാമജപ ഘോഷയാത്രയുടെ പേരിൽ കേരളത്തിലെ ആയിരക്കണക്കിന് സാധാരണക്കാരായ അയ്യപ്പ ഭക്തന്മാർക്കെതിരെ എടുത്ത കള്ളക്കേസുകൾ, ആശ്രമം കേന്ദ്രീകരിച്ച് നടന്നു എന്ന് പറയുന്ന വലിയ ക്രൈമിനെ കുറിച്ച് അന്ന് നടത്തിയ വലിയ പരാമർശങ്ങൾ, ഇതൊന്നും തന്നെ കുറച്ച് ദിവസത്തേക്ക് കൈരളി ചാനലിൽ പ്രക്ഷേപണം ചെയ്യുന്നതല്ല. അതായത് 2026 ഏപ്രിൽ മെയ് മാസം വരെ. അപ്പോഴാണല്ലോ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ സജി ചെറിയാന്റെ ഈ നടപടി, സജി ചെറിയാന്റെ അല്ല, പിണറായിക്കുണ്ടായ പെട്ടെന്നുണ്ടായ മനം മാറ്റം, ഓന്ത് നിറം മാറുന്നതിനേക്കാൾ വേഗത്തിൽ നിറം മാറിയ പിണറായിയുടെ കപട ഭക്തി, അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നു, അയ്യപ്പ ഭക്തനാണെന്ന് പറയുന്നു, അതിനുശേഷം NSSുമായി പെരുന്നയിലെ NSS ആസ്ഥാനവുമായി അടുക്കുന്നു, സുകുമാരൻ നായരെ സന്ദർശിക്കുന്നു, വെള്ളാപ്പള്ളി നടേശനുമായി വീണ്ടും വേദി പങ്കിടുന്നു. പിന്നെ ഇപ്പോൾ ഇതാ മാതാ അമൃതാനന്ദമയിയെ ആദരിക്കുന്ന ചടങ്ങ് സംസ്ഥാന സർക്കാർ നടത്തുന്നു. അപ്പോൾ 4 വോട്ടിന് വേണ്ടി നേരത്തെ പറഞ്ഞതെല്ലാം വിഴുങ്ങിക്കൊണ്ട് ആരോടും ചേരുന്ന ഒരു നയം അത് കേരളത്തിലെ CPM സ്വീകരിച്ചിരിക്കുന്നു. ആ കള്ളക്കേസുകൾ ഇന്നും നേരിടുന്നവരിൽ NSSലെ അംഗങ്ങളുമുണ്ട്, നായർ സമുദായ അംഗങ്ങളുമുണ്ട്. അപ്പോൾ ആ നായർ സമുദായ അംഗങ്ങളെ കള്ളക്കേസിൽ കുടുക്കിയ, ശബരിമലയുടെ വിശ്വാസം കാറ്റിൽ പറത്തിയ, ശബരിമലയിലെ വിശ്വാസത്തെ ചവിട്ടി മതിച്ച ഒരു ഭരണകൂടത്തോട് കോംപ്രമൈസ് ചെയ്തിരിക്കുന്നു NSSന്റെ ജനറൽ സെക്രട്ടറി. കേരളത്തിലെ കരയോഗങ്ങളിൽ വ്യാപകമായ പ്രതിഷേധമുണ്ട്. പക്ഷെ ഇന്ന് NSSന്റെ ജനറൽ സെക്രട്ടറി പ്രതികരണം, പ്രതിഷേധിക്കട്ടെ, അതൊക്കെ നമ്മൾ നേരിട്ടോളാം. അതായത് ഭീഷണിയുടെ സ്വരമാണ്, പെരുന്നയിലെ പോപ്പിന് ഭീഷണിയുടെ സ്വരമാണ്. എല്ലാം നേരിടും ഞങ്ങൾ. ഇതിന്റെ പിന്നിൽ മറ്റു ചില കളികൾ കൂടിയില്ലേ എന്ന് സാധാരണക്കാരായ സമുദായാംഗങ്ങൾ ചിന്തിച്ചാൽ അതിൽ തെറ്റു പറയണമെങ്കിൽ, പക്ഷേ ഇടതുപക്ഷത്തിന് ഈ NSS കൊടുത്ത പിന്തുണ അത് ഇടതുപക്ഷത്തിന് വിനയായി മാറും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഇതുകൊണ്ട്, ഈ പിന്തുണ കൊണ്ട് ഒരു വോട്ട് പോലും ഇടതുപക്ഷത്തിനോ CPMനോ കൂടുതൽ കിട്ടില്ല എന്ന് മാത്രമല്ല, NSSന്റെ ജനറൽ സെക്രട്ടറിയുടെ ഈ നിലപാടിൽ വിയോജിപ്പുള്ള നായർ സമുദായാംഗങ്ങൾ BJPയിലേക്ക് ചേക്കാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ വരും തിരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ കൂടുതൽ കരുത്തു കാട്ടുമെന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല.